FCRA ഭേദഗതി ബില്ലിനെ വിവാദം കത്തിച്ചു നിർത്തുന്ന ദീപികയ്ക്കും പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനും ഇതിന്റെ പേരിൽ ഉറഞ്ഞുതുള്ളുന്ന മെത്രാന്മാർക്കും നിലവിളിക്കാൻ മറ്റൊരു നിയമം കൂടി അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ക്ഷേമ ബോർഡ് വലിയ അംഗീകാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ക്ഷേമ ബോർഡാണ്. മുമ്പ് ദേവസ്വം ബോർഡ്, ഏകീകൃത ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നതിനും ഇത്തരം ഒരു ചട്ടക്കൂട് തന്നെയാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നത്. ഒരുപക്ഷെ ഇതിന്റെ മാതൃകയിൽ ഏകീകൃത ദേവസ്വം ബോർഡ് ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് രൂപീകരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനമായിരിക്കും ഈ പറയുന്ന ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ ക്രൈസ്തവ സംഘടനകളുമായും സഭകളുമായും സംഘപരിവാർ ആഭിമുഖ്യമുള്ള NGO-കൾ നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇത് എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. ആചാരങ്ങൾ കാരണം അവകാശം ആരുടെയും ലംഘിക്കപ്പെടാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സഭാ തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഒരു വിശ്വാസിയുടെ അവകാശം ലംഘിക്കപ്പെടാൻ പാടില്ല. ക്രിസ്ത്യാനികൾക്ക് ഉള്ള മൗലിക അവകാശം തുടരുക തന്നെ വേണം. വിവാഹം, ശവസംസ്കാരം, മിശ്ര മത വിഭാഗത്തിൽപ്പെടുന്നവർ കല്യാണം കഴിച്ചതിനു ശേഷം ഉണ്ടാകുന്ന കുട്ടികൾക്ക് അവരുടെ മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഇതെല്ലാം ഉണ്ടാകും. ഒപ്പം തന്നെ ഉപാധികളില്ലാതെ ആരാധന നടത്തുവാനുള്ള അവകാശം ഉറപ്പിക്കുകയും ഈ ബോർഡ് ചെയ്യും. ഇത് എവിടെയാണ് FCRA-യുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, FCRA ഭേദഗതി ബില്ല് നടപ്പാക്കി കഴിഞ്ഞ് കണ്ടുകെട്ടുന്ന സ്വത്തുക്കൾ, അതായത് ഈ സ്വത്തുക്കൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു. അതിനും ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. ഈ കണ്ടുകെട്ടുന്ന സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് ഈ ക്ഷേമ ബോർഡായിരിക്കും. ഇത് സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളുണ്ടാകും, കേന്ദ്ര സർക്കാർ പ്രതിനിധികളുണ്ടാകും, മറ്റു ചില പ്രതിനിധികളുമൊക്കെ ഇതിൽ ഉണ്ടാകും. ഈ ബോർഡായിരിക്കും ഇതിന്റെ കസ്റ്റോഡിയൻ, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റോഡിയൻ മാത്രമാണ് അവർ. FCRA ലൈസൻസ് റദ്ദാവുകയോ ഇല്ലെങ്കിൽ പുതുക്കാൻ കഴിയാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി FCRA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള സ്വത്തുവകകൾ ഈ ബോർഡിന്റെ കീഴിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. ഇതെന്തായാലും FCRA-യേക്കാൾ വലിയ വിവാദം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ദീപിക പത്രത്തിന് ഈ അടുത്ത കാലത്തൊന്നും റെസ്റ്റ് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒപ്പം തന്നെ മെത്രാന്മാർക്കും ചില മെത്രാന്മാർക്കുമൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്ന രാവുകളായിരിക്കും. ഇത്രയും ദിവസം ഇത് ആരുടെ കീഴിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നത്. അതിനും ഒരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു. ഏതായാലും ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ്, ഇത്തരത്തിൽ തന്നെ ഒരു ദേവസ്വം ബോർഡ്, ഹിന്ദു ദേവസ്വം ബോർഡിനും നേരത്തെ തന്നെ ആലോചന ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും അടങ്ങുന്ന ഒരു ഏകീകൃത ദേവസ്വം ബോർഡ് എന്നുള്ളത്, അത്തരത്തിലൊരു നീക്കം നേരത്തെ തന്നെ അതിന്റെ ചട്ടക്കൂടുകൾ, ഒരുപക്ഷെ അതിന്റെ ചട്ടക്കൂടുകളുടെ ഒരു സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ചട്ടക്കൂടും എന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.